ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു FF ഫാമിലി. ഇന്ന് നമുക്കൊരു അടിപൊളി റെസിപ്പി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. അതുപോലെ സബ്സ്ക്രൈബർ ചെയ്യാതെയാണ് കാണുന്നവരെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി നോക്കിയാലോ? വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ മൺചട്ടി നമുക്കൊന്ന് ചൂടാകുമ്പോഴത്തേക്കും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. ഇനി നമുക്ക് ആ ഓയിലൊക്കെ ഒന്ന് ചൂടാകുമ്പോൾ ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും, നമ്മൾ പഴുത്ത തക്കാളി നോക്കിയെടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പുളി ആഡ് ചെയ്യുന്നില്ല, തക്കാളിയാണ് ആഡ് ചെയ്യാനുള്ളത്. നല്ലതുപോലെ ഒന്ന് വരണ്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ പരപര ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. ഇനി നമ്മൾ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എത്രമാത്രം ഗ്രേവി വേണമോ അത്രയും വെള്ളം ഒഴിച്ച് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല സിമ്പിളായിട്ടുള്ള കറിയാണ്. ഇനി നമുക്കിതിന് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഈ ടൈമിൽ നമുക്ക് പുളിയൊന്നും ഒഴിച്ചു കൊടുക്കണം. നമ്മൾ തക്കാളിയിൽ നിന്നുള്ള പുളി തന്നെ ഇറങ്ങി വന്നാൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചെമ്മീനൊന്ന് ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത്. നമുക്ക് നൈറ്റൊക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് എടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഫ്ലെയിം നല്ല ലോയിലാക്കി വയ്ക്കാം. കണ്ടോ, മുകളിൽ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചെമ്മീൻ കറി റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.